പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള ചെറിയ ഗാർഡനിൽ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് മുളക് തൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ പാവിയതാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അരി എടുത്ത് ഞാൻ ഉണക്കിയിട്ട് ഇവിടെ പാവി. അപ്പോൾ ഒരു 5-6 മുളച്ച് വന്നിട്ടുണ്ട്. അതൊന്നും നമുക്കിന്നൊരു ചട്ടിയിലേക്ക് നടണം. പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു വലിയൊരു പാത്രം കിട്ടി. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഈ വഴുതനങ്ങയുടെ ഒരു തൈയുള്ള വഴുതനങ്ങ, പക്ഷെ അതുമ്പോൾ നന്നായിട്ട് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അതും കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടില് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത്, അങ്ങനെയാണ് ശരിക്കും പറയാൻ പറ്റുള്ളൂ. രാജേഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹോദരൻ ഈ വെള്ളക്കെടുതിയുടെ സമയത്ത് ഒരുപാട് പേരെ മുങ്ങിപ്പോകാമായിരുന്നിട്ടും അവരൊക്കെ കൈത്താങ്ങായതും അവരെയൊക്കെ ചേർത്ത് പിടിച്ച് കരയോടടുപ്പിച്ചതുമായ ആ സഹോദരൻ ലാസ്റ്റ് ലൈഫ് ജാക്കറ്റ് വരെ ഊരി കൊടുത്തിട്ട് കൊടുത്ത് അദ്ദേഹത്തെയും രക്ഷിച്ച് രാജേഷിന് രക്ഷപ്പെടാൻ പറ്റിയില്ല അല്ലെ. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ വാർത്ത. ഞാനും ഒരുപാട് പ്രാവശ്യം ആ വാർത്തകൾ കാണുകയും ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്തു. എത്രയോ നാളായി അദ്ദേഹം ഈ ഒരു വർക്ക് ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇവൻ വീട്ടില് ഭാര്യയുടെ അടുത്തും പേരൻസിന്റെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും ഒന്നും കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത്രമാത്രം സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം. നന്നായിട്ട് നീന്തും, അതിന്റെ ഒരു വിദഗ്ധനാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോഴും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വിചാരിച്ചു അദ്ദേഹം തിരിച്ചു വരുമെന്ന്. പക്ഷെ തിരിച്ചു വന്നില്ല. മൃതദേഹമാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ആ ഒരു മൃതദേഹത്തിന്റെ അടുത്ത് നമ്മുടെ വീട്ടുകാരിരിക്കുന്നതും കുഞ്ഞുമക്കളുടെ കരച്ചിലും വൈഫിന്റെ കരച്ചിലും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പൊട്ടിപ്പോവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. 2 ആൺമക്കള്. അതിലൊരു മകന്റെ കൈക്ക് ഒരു ചെറിയൊരു ഫ്രാക്ചറായിട്ട് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു അച്ഛനെ. അപ്പോൾ അച്ഛന് വിഷമായി രാജേഷിന്. അപ്പോൾ രാജേഷ് പറഞ്ഞു, വിഷമിക്കേണ്ട മോനെ, അച്ഛൻ വരുമ്പോൾ മോന് ഓണത്തിന്റെ കോടിയൊക്കെ കൊണ്ടുവരാട്ടോ, പെട്ടെന്ന് മാറൂട്ടോ, നമ്മളൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞു. കൊച്ചതും പറഞ്ഞ് കരയുവാണ്. പിന്നെ ഈ രാജേഷിന്റെ ഒരു സഹോദരൻ 2 വർഷം മുൻപ് ഒരു ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചുപോയി. അവരുടെ മാതാപിതാക്കൾക്ക് 3 മക്കളാണ്. ഒന്ന് രാജേഷ്, ആ സഹോദരൻ മരിച്ചുപോയി. പിന്നെ ഒരു അനുജത്തിയാന്ന് എനിക്ക് മനസ്സിലായത്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു എന്താ പറയുക, അതീവ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത. എല്ലാ ദിവസവും ഉണ്ട് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾക്ക് തരുന്ന ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എത്രയോ ആക്സിഡന്റ് ആണ് നാട്ടിൽ നടന്നത്. ആ കുഞ്ഞുമക്കൾ പറയുന്നുണ്ട്, ഒരുപാട് കടമുണ്ട് അച്ഛന്, ഒരുപാട് പ്രാരാബ്ധമുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങളുടെ വീട് പണിയൊന്നും ആയിട്ടില്ല, അതെല്ലാം വീടൊക്കെ പണിത് നമുക്ക് ഒരുമിച്ച് സമാധാനം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. അച്ഛൻ 3-4 ദിവസം മുൻപ് പോയതാണ്. ഈ സഹോദരന്റെ 2ാമത്തെ വർഷത്തെ ആ ഒരു ഓർമ്മ ദിവസം വന്നപ്പം അദ്ദേഹം വന്ന് എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വല്ലാത്തൊരു സങ്കടമായിപ്പോയി അല്ലേ. ദൈവമേ, ആ കുടുംബത്തിന് എങ്ങനെ അത് താങ്ങാൻ പറ്റും? കുടുംബത്തിന് അത് താങ്ങാനായിട്ട് ദൈവം ശക്തി കൊടുക്കട്ടെ, ധൈര്യം കൊടുക്കട്ടെ. മുഖ്യമന്ത്രി അവിടെ ചെന്നതായിട്ട് കണ്ടു. സർക്കാർ എന്തായാലും ആ ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും കേരളക്കരയാകെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളതൊക്കെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് വിചാരിക്കാം. ഒരുപാട് സങ്കടത്തോടെ ആദരാജ്ഞലികൾ. ഞാൻ അങ്ങനത്തെയുള്ള ന്യൂസുകളൊക്കെ ഇരുന്ന് വായിക്കും. അപ്പം ചിലർ പറയും അങ്ങനത്തെ ഒന്നും കാണരുതെന്ന് പറയും. പക്ഷെ അവരനുഭവിക്കുന്ന വേദന നമ്മളും അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാനും അങ്ങനത്തെയുള്ള ന്യൂസുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് സങ്കടം. പിന്നെ ഒരു വീട്ടമ്മ കൊച്ചിന് റെയിൻകോട്ട് കൊടുത്തിട്ട്, ആ റെയിൻകോട്ട് കൊച്ചിന് കൊണ്ടുപോകണ്ടല്ലോ, അപ്പൊ ബസ്സിൽ നിന്ന് അതങ്ങ് റെയിൻകോട്ട് വാങ്ങിക്കാനായിട്ട് അമ്മ പോയതാ. പക്ഷെ ഏതോ ഒരു വണ്ടി വന്നിടിച്ച് അമ്മ മരിച്ചുപോയി. ദാരുണമായ സങ്കടം. അതുപോലെ തന്നെ വേറൊരു കൊച്ചിനെ ഇതുപോലെ തന്നെ കൊച്ചിന് തലമുടിയൊക്കെ ചീകി കൊച്ചിനെ ബസ്സിൽ കയറ്റി പോണ സമയത്ത്, ക്രോസ് ചെയ്യണ സമയത്ത് വേറൊരു വണ്ടി വന്നിടിച്ച് ആ വീട്ടമ്മയും. അധികം പ്രായമായിട്ട് ഇവരൊക്കെ 30+ ആണ്. ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട്. വളരെ സങ്കടം. നമ്മുടെ നാട്ടിലത്തെ ഈ ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ പേടിയാവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എത്രയോ അപകടങ്ങളാണ് ഓരോ ദിവസവും ഫേസ്ബുക്കും നമ്മുടെ ന്യൂസും ഒക്കെ കാണുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയാനകമാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ വെള്ളക്കെടുതിയുടെ ഇന്നലെ മുതൽ പിന്നെയും മഴയാണെന്ന് കേട്ടു. എറണാകുളം ജില്ലയ്ക്കൊക്കെ അവധിയാണ്.
അപ്പം എല്ലാവരും സ്റ്റേ സേഫ് ആയിട്ടിരിക്കുക, ട്രാവൽ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യുക, വെള്ളത്തിൽ നിന്ന് മാറി മാറി നിൽക്കുക, അതിനകത്തേക്ക് പോകാതിരിക്കുക. കാരണം എത്ര വിദഗ്ധരാണെങ്കിലും നമുക്ക് വെള്ളത്തിൽ പെട്ടുപോയാൽ ഭയങ്കര, നമുക്കറിയില്ല എങ്ങനെ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. ആരെങ്കിലും ചാടി രക്ഷിക്കാന്ന് വെച്ചാൽ അവരും അതിനകത്ത് മുങ്ങിപ്പോവും, അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത്, നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്, ബാക്കിയൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടാം. ജീവനെ ആർക്കും ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഈ ഗാർഡനിൽ ഇങ്ങനെയാണ് ഒരു സ്ക്വയർ ആയിട്ട് കിടക്കുക, ഇത്രയും സ്ഥലമേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഒരു കോർണറിൽ അവിടെ ഒരു ബിന്നിൽ ഞാൻ കുറച്ച് ഈ ചപ്പും അതൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നു. അത് നമ്മൾ റീസൈക്ലിങ്ങിൽ കൊണ്ടേ കളയാനുള്ളതായിട്ടാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ ബിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബിന്ന് എടുക്കാൻ പോയി. പക്ഷെ 1 മാസമായി ഞാൻ ട്രൈ ചെയ്യണു. അപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തോ തേനീച്ചയല്ല, ഈ വാസ്പ് എന്ന് പറയില്ലേ, എന്തോ അങ്ങനത്തെ ഒരു തേനീച്ച വിഭാഗത്തിൽപ്പെട്ടത് തന്നെ, അത് അവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് വീട്ടിൽ പറഞ്ഞു, ഇനി അന്ന് ഇപ്പോൾ എടുക്കണ്ട, നമ്മൾ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് എനിക്ക് ആ ബിന്ന് കിട്ടാനായിട്ട് ഞാൻ ഇന്നലെ പിന്നെയും പോയി. ആദ്യം മുഖത്ത് ഇങ്ങനെ ഒരു മുഖംമൂടിയൊക്കെ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് പോയത്. പക്ഷെ ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പം അതിനെ ഞാനങ്ങ് മറച്ചിട്ടു ആ ബിന്ന്. പക്ഷെ മറച്ചിട്ട് കഴിഞ്ഞപ്പം അത് എല്ലാവരും കൂടി എന്നെ ആക്രമിച്ച് ഇവിടെ മുഖത്ത് ഒരു നല്ലൊരു കടിയേറ്റു. കുത്തുവല്ലേ, അപ്പോൾ ഭയങ്കര കട്ടും കഴപ്പാ. പിന്നെ വേറൊരു ഇവിടെയും കിട്ടി, പക്ഷെ അവിടെ അത്ര പ്രശ്നമില്ല. പിന്നെ അപ്പം തന്നെ ഞാൻ ഓടി. എത്ര ധൈര്യമുള്ളവരാണെങ്കിലും ഞാൻ ഓർക്കുമായിരുന്നു, ഒരു ചെറിയൊരു ജീവി നമ്മളെ കുത്തിയാൽ മതിയല്ലേ, നമ്മുടെ ധൈര്യവും കാര്യങ്ങളൊക്കെ ചോർന്നു പോയിട്ട് പിന്നെ നമ്മൾ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകും. ഞാൻ എന്നിട്ട് ഓടി വീട്ടിൽ കയറി പിന്നെ ഐസ് വെച്ചു. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് തന്നെ സോപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഐസിൻ്റെ ഇതിരിപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ, അത് എടുത്ത് ഒരു കുറേ നേരം ഇങ്ങനെ വെച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. പിന്നെ ഞാനിങ്ങനെ ഇതിനകത്ത് ഗൂഗിളിൽ നമുക്ക് നോക്കാമല്ലോ, അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് അതിനകത്ത് ഒരു റെമഡി പറയുന്നത്, നമ്മുടെ ഈ ബാങ്കിൻ്റെ കാർഡില്ലേ, ക്രെഡിറ്റ് കാർഡോ ബാങ്കിൻ്റെ കാർഡൊക്കെ ഇല്ലേ, അപ്പോൾ ആ കാർഡിൻ്റെ അറ്റത്ത് നല്ല ഷാർപ്പുണ്ട്. ആ ഷാർപ്പ്നെസ് കൊണ്ട് നമ്മുടെ ഈ എവിടെയാണോ കുത്തിയിരിക്കുന്നത് അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കളയാൻ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കൊമ്പോ കുഴലോ ഒക്കെ അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഷാർപ്പ്നെസ് കൊണ്ട് ഇങ്ങനെ അങ്ങ് പോകും. അത് ഞാൻ കണ്ടായിരുന്നു, ഞാൻ ചെയ്തു 1 പ്രാവശ്യം. അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ ഇനിയും ഇത് പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് വരെ വരും, അനഫ്ലാറ്റിക് ഷോക്ക് വരെ വരും, പെട്ടെന്ന് അലർജി കയറുവേ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ആ സൈഡിലേക്ക് പോകരുതെന്നാണ് ഇവിടുത്തെ സ്ട്രിക്റ്റ് വാണിങ്. അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് പോകുന്നില്ല. അതിനി മഴയെല്ലാം പെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതങ്ങ് പോവുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പെസ്റ്റ് കൺട്രോൾ വാങ്ങിച്ചിട്ട് അടിക്കണം, അത് നമ്മൾ സൂക്ഷിച്ച് വേണം അടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ സൈഡിലേക്ക് പോകരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ വശത്തൊക്കെ നിൽക്കണമെന്ന് ഒരു പ്രശ്നമില്ല. അവരെ ഉപദ്രവിക്കാൻ പോയാൽ മാത്രമാണ് അവർ നമ്മളെ കുത്തിയത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോഴൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ വന്നത്. എന്താണാവോ ഇവിടെ ഇനി മധുരം കൂടിയിട്ടോ അതോ ഇനി നമ്മുടെയൊക്കെ കഥകൾ പറയണത് കേട്ടിട്ടോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും അവരവിടെ സുഖമായിട്ടിരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തപ്പം, എൻ്റെ വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിന് എന്നെ വഴക്ക് പറഞ്ഞത്, എന്ത് കാര്യത്തിനാണ് പോയത്, എന്നെ എല്ലാവരും വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ അപ്പം ഇനി പോവില്ല കേട്ടോ, ആരും വിഷമിക്കണ്ട. പിന്നെന്തായിരുന്നു, ഞാനേ കുറച്ച് ഇത് നമ്മുടെ ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടേ. ഇങ്ങനത്തെ ഒരു ഈ നമ്മുടെ മുട്ടയൊക്കെ വരുന്നൊരു ഇതാണ്, ട്രേ ആണതേ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ വിത്തുകൾ ഇട്ടിട്ട് മണ്ണിട്ടതിന് ശേഷം മണ്ണിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഇത് അലിഞ്ഞു പൊക്കോളുന്നു. അപ്പം നമുക്ക് ഇടാനായിട്ട് എളുപ്പമുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് നമ്മുടെ ക്യാപ്സിക്കയുടെ ഇന്ന് അരിഞ്ഞപ്പോൾ കിട്ടിയതാ, ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുവാണേ. കണ്ടോ അരികൾ കണ്ടോ? അപ്പം അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മണ്ണിട്ടിട്ട് ഇവിടെ ഒരു മണ്ണിൽ കൊണ്ടുപോയി ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ഇതിങ്ങനെ അലിഞ്ഞു പൊക്കോളൂന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ദിവസം അവിയൽ വെച്ചപ്പം പടവലങ്ങയുടെ കുറച്ച് കുരു കിട്ടി. അത് വെറുതെ നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിടിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. 2, 3 ഒക്കെ ആയിട്ട് ഒരെണ്ണത്തിലിട്ട് നോക്കാം. അത്ര മൂത്തതൊന്നും അല്ലായിരുന്നു, എന്നാലും ഒരു പരീക്ഷണം. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. എന്നിട്ട് ഇതിനകത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടത്, ഇതിനകത്ത് മണ്ണിടുക, എന്നിട്ട് ഈ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് വെള്ളം തെളിക്കുക. അപ്പോൾ ഇത് മുളച്ച് വരുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മണ്ണിട്ട് നോക്കട്ടെ ചേച്ചി. ഇതിൽ കമ്പോസ്റ്റ് മണ്ണേ ഇരിക്കുള്ളൂ, മറ്റുള്ള മണ്ണുകളൊക്കെ തീർന്നു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? കമ്പോസ്റ്റ് ആകുമ്പോൾ കരിയില ഇത് ദ്രവിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് ഇതിവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ കൊണ്ടുവച്ചു, അത് മണ്ണിൽ തന്നെ കൊണ്ടുവച്ചേ.
അതുപോലെ തന്നെ ഇതും ഇതിനകത്തും കുറച്ച് ഇതിട്ടിട്ട് നടാൻ എളുപ്പമാണ് ഇങ്ങനെയുള്ളതിലെ. എന്നിട്ട് ഇവിടെ മണ്ണിൽ കൊണ്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 2 മാസം കഷ്ടമേ ഉള്ളൂ ഇവിടെ ഇങ്ങനത്തെ വെതർ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വെതറൊക്കെ പോവും, പിന്നെ തണുപ്പിലേക്ക് പോവും. ആകെ 2 മാസത്തേക്ക് കൂടി ഉള്ളൂ നമുക്ക്. ഇനി കുറച്ച് നമുക്ക് മുളക് തൈ ഉണ്ട്, അതൊരു പിടിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. ഇത്രയുണ്ട്. ഞാൻ 2-3 സെറ്റായിട്ട് ഇവിടെ നടാൻ പോവാ. ഇവിടെ തന്നെ മുളച്ചതാണേ. അവിടെ തന്നെ അങ്ങ് നട്ടു. ഒരു സെറ്റും കൂടി നടാൻ തോന്നുന്നു, വലിയ ചട്ടിയാ. അതുകൊണ്ട് അങ്ങ് നട്ടാലോ ഇവിടെ തന്നെ. ഓരോന്നായിട്ട് നടുമ്പോൾ ഒട്ടുമില്ല, അപ്പം അതുകൊണ്ട് ഞാൻ കൂട്ടം കൂട്ടായിട്ട് നട്ടു. പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ. ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ. എന്നിട്ട് കുറച്ച് ഈ മണ്ണിനെ കുറച്ചിടാം, കുറച്ചേ ഉള്ളൂ. ഇവിടെ ഈ കമ്പോസ്റ്റ് ഇരിപ്പുണ്ട് കുറച്ചും കൂടി. നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ മുളക് തൈയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? എനിക്ക് 2 മുളക് നന്നായിട്ട് ഉണ്ടായി നിൽപ്പുണ്ടേ, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് കമ്പോസ്റ്റാണ്, അപ്പം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇത് കുറച്ചും കൂടി ഇടാം അല്ലേ? റെഡി ആയിട്ടുണ്ട് മുളക് തൈ. നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയിരുന്നേ, ഗ്രേസിൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒന്ന് നമ്മുടെ പനിക്കൂർക്ക, അതിവിടെ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം അത് പോയി. പിന്നെ അതിൻ്റെ ഒരു തണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ വേറൊരു ചെടിയുടെ ഉണ്ട്, അതും ഞാൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ. നമുക്കൊരു ഓരോ ചട്ടിയിൽ നട്ട് നോക്കാം, പിടിക്കുമെന്ന് നോക്കാം. പനിക്കൂർക്ക എന്തായാലും പിടിക്കും. ഇതാണ് ഒരു ചെടി. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പടർന്നു വരുന്ന ഒരു സൈസ് ചെടിയില്ലേ, അത്. 2 കൊമ്പുണ്ട്. ഇത് 2 നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ നടാം. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും, എൻ്റെ പേര് എനിക്കറിയില്ല. ഇത് അതിങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതിയല്ലോ. പിന്നെ 2 എണ്ണവും ഒരെണ്ണത്തിൽ തന്നെ അങ്ങ് നട്ടേ. ഇച്ചിരി മണ്ണും കൂടി ഇടണം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇത്? സാധാരണ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണല്ലോ. അപ്പോൾ നട്ടു വെച്ചു കേട്ടോ. ഗ്രേസ്, താങ്ക് യു. മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മുടെ സ്വന്തം പനിക്കൂർക്ക. നല്ല മണമുണ്ട്. പണ്ട് എനിക്ക് സിന്ധു തന്നത് കുറേ ഉണ്ടായിരുന്നു, ഇപ്പം അത് പോയി. പക്ഷേ നമുക്ക് ഇതിനകത്ത് നടാം. ഞാൻ കമ്പോസ്റ്റൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നതാ. അപ്പം ഇതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നട്ട ഇവിടെ ഇരിക്കട്ടെ, വളർന്നു വന്നോളൂ കേട്ടോ. കൂട്ടുകാരൊക്കെ പറഞ്ഞു നല്ലതാണ്. പനിക്കൂർക്ക എപ്പോഴും ഒരു കുടുംബത്തിൽ നല്ലതാണല്ലോ അല്ലേ? ഓക്കെ, അപ്പം പനിക്കൂർക്കയും നട്ടു, മറ്റേ ആ ഇലച്ചെടി നട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇനി എൻ്റെ മല്ലിയില നോക്കിയാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന നോക്കിയാൽ മല്ലിയില ഉണ്ടോ? മല്ലിയില പ്രിയ പറഞ്ഞിരുന്നു, പ്രിയയുടെ വീട്ടിൽ മല്ലിയില. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പ്രിയ വീട്ടിൽ നട്ടു വളർത്തി, അത് ചമ്മന്തിയൊക്കെ അരച്ച വീഡിയോ ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പ്രിയ. പിന്നെ എന്തായിരുന്നു, പിന്നെ കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. ഞാൻ ആദ്യം നമുക്ക് ഇച്ചിരി കമ്പോസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ കമ്പോസ്റ്റ്? എനിക്ക് വലിയൊരു പാത്രം കിട്ടിയേ, വേണ്ട, വലിയൊരു പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്കാണ് ഇടാൻ പോണത്. അപ്പോൾ ഇതിന് കൂടുതലിടാം. എനിക്ക് കുറച്ച് ഗ്രേസിൻ്റെ വീട്ടിൽ പോയപ്പോഴേ കുറച്ച് ഇത് കിട്ടി, ഈ വാഴത്തടയില്ലേ, അത് കിട്ടി. അപ്പം അത് ഇതിന് നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. കുറച്ച് കാർബോർഡും വാഴത്തടയും കുറച്ച് മണ്ണും
വെജിറ്റബിളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പം ഇപ്പം എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ഇളക്കിളക്കി ഇരുന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കാണെങ്കിലും മതിയല്ലോ, ഇപ്പം ഉണ്ടാക്കി വെക്കാം. നിങ്ങൾ വരുന്നുണ്ടോ? ഓക്കെ, അപ്പം കമ്പോസ്റ്റ് റെഡിയാക്കാനായിട്ടുള്ള പാത്രം ഇവിടെ റെഡിയാണ്. ഞാൻ പച്ചക്കറികളുണ്ടല്ലോ ഇവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുവാണേ. അപ്പം അത് അതിനകത്തേക്ക് ഇടാം. നമുക്ക് ഓരോ ലെയറായിട്ടിടാം. ആദ്യം കുറച്ച് കാർഡ്ബോർഡ് മുറിച്ചിടാം. കാർഡ്ബോർഡ് അല്ലെങ്കിൽ പേപ്പർ എന്തായാലും മതി കേട്ടോ. കാർഡ്ബോർഡ് ഉണ്ട്, അപ്പം കാർഡ്ബോർഡ് മുറിച്ചിടാം. നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നല്ലേ? കുറച്ച് പേരൊക്കെ എത്തി മെസ്സേജ് വിട്ടായിരുന്നു ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. എളുപ്പമാണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ. കുറച്ച് ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനല്ലേ. ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഇത് കണ്ടത് ഇങ്ങനെ വന്നിരിക്കുന്നേ വാഴയുടെ തട. ഇത് ഒരുപാട് നല്ലതാണെന്ന് പറയണത് ഇതിന്. ഇത് പക്ഷെ മുറിച്ചിടണം. എങ്ങനെ മുറിക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് അരിവാള്, നമ്മുടെ നാട്ടിലെ അരിവാളാണേ. ആവുന്നുണ്ട്. കുറച്ച് പിണ്ടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അവിടെ ചെന്നപ്പോൾ അന്ന് ഒരു പിണ്ടി തന്നായിരുന്നു. ഇനി ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഇടാം നമുക്ക്. ഓക്കെ, ഒരു പീസ് കിട്ടി. ഇതേ ഇങ്ങനെ തന്നെ ഇടാം. അതിനകത്ത് കിടന്ന് ദ്രവിച്ചോളും. ഇത് ഒരു പീസ് കൂടി ആക്കണം. ഉള്ളിൽ കുടുങ്ങിപ്പോയി അരിവാള്. വേണ്ട, എനിക്കൊന്നൊരു പിച്ചാത്തി ആയിരിക്കുമല്ലേ കുറച്ചുകൂടി നല്ലത്. നോക്കട്ടെ, പിച്ചാത്തി ഉണ്ടോ നോക്കട്ടെ. നാട്ടിലാണെങ്കിൽ വാക്കത്തേക്ക് ഒരു വെട്ട് കൊടുത്താൽ മതി അല്ലേ. പിച്ചാത്തി ഇട്ടിട്ടുണ്ട്. ഇത് അടിപൊളിയാ. രണ്ടായി. അപ്പം അത് അതിനുള്ളിൽ കിടക്കട്ടെ. ഇനി ഒരു പീസ് കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ലെയറിലിടാം അല്ലേ. ഇനി കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ഇതിനകത്ത് കളക്ട് ചെയ്തായിരുന്നു. പച്ചക്കറിയുടെ വേസ്റ്റ് പച്ചക്കറിയും ഇച്ചിരി പുല്ലും ഒക്കെ ഉണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇനി കുറച്ച് മണ്ണിടണം. മണ്ണിടാനായിട്ട് നോക്കട്ടെ, എവിടെ നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വരട്ടെ. മണ്ണ് കമ്പോസ്റ്റൊക്കെ തീർന്നു, നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നു. ഇനി വേറെ തപ്പിയെടുത്തുകൊണ്ട് വരാം കേട്ടോ. അതെടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ കമ്പോസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ടേ കുറച്ച് മണ്ണും കരിയിലൊക്കെ കൂടി കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ട് കേട്ടോ. അതൊരു ലെയർ ഇട്ടു. നിരപ്പാക്കി കൊടുക്കാം എല്ലാം കൂടി. ഓക്കെ, ഇനി ഇതിനകത്ത് വേണമെങ്കിൽ കരിയില ഇടാം. കരിയില എനിക്ക് എടുത്ത് വെച്ചതുണ്ടോയെന്ന് അറിഞ്ഞിടാം. നോക്കട്ടെ. കുറച്ച് കരിയില ഇരിപ്പുണ്ട്, അതങ്ങിട്ടേക്കാം. അതേ സാധനങ്ങൾ വെച്ചാൽ ഗാർഡനിൽ ഞാൻ മാത്രം ഇങ്ങോട്ട് വരുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ഗാർഡനിൽ വരുന്നത്, ഞാനും ഡോഗും. ഓക്കെ, അത് റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ പീൽ ചെയ്ത് കിട്ടില്ലേ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് തൈര് ഒഴിക്കണമല്ലോ. തൈര് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒഴിച്ചു. ഇനി ആ വാഴത്തട ഇരിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചിട്ടേ ലാസ്റ്റ് നമുക്ക്
വാഴയുടെ കുറച്ചത് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഇടാനേ. ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു, ഇതൊക്കെ ഇതിനകത്ത് പോവും. പിന്നെ അതെ കുറച്ച് ചപ്പും കാര്യങ്ങളും. ഇത് ഒരു പീസും കൂടി ഇരിപ്പുണ്ട് ശരിക്കും പറഞ്ഞ വാഴത്തട, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം. ശരിക്കും അത് പിണ്ടി ഉണ്ട്, പക്ഷെ ഇത് അരിയണേന് ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിക്കും. പക്ഷെ നല്ല പിണ്ടി ഗ്രേസ് എടുത്ത് എനിക്ക് വെച്ച് തന്നായിരുന്നു. ഓക്കെ, ഇനി ഒരു പീസും കൂടി ഉണ്ടേ, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. നമുക്കിതൊക്കെ ഇടയ്ക്കല്ലേ കിട്ടാറുള്ളൂ, ഇത്തിരി കഷ്ടപ്പെടണമെന്നുള്ളൂ. അടുത്തൊരു കഷ്ണം കൊണ്ടും കിട്ടി. 2 പീസാണ് തന്നു വിട്ടത്. ഇതും നമുക്ക് അതുപോലെ തന്നെ അരിഞ്ഞതിനകത്തേക്ക് ഇടാം. ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണല്ലോ, അപ്പം അതുപോലെ തന്നെ ചെടികൾക്കും ഒരുപാട് നല്ലതാണ്, ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. ഇത് മിക്കവാറും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് എടുക്കുള്ളായിരിക്കും ചിലപ്പം. കാരണം ഇത് അവിഞ്ഞ് മണ്ണോട് ചേരണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ. എൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഇതുപോലെ വാഴയും ചവറും ഇതൊക്കെ ഓരോരുത്തർ അവർ വന്ന് ചെയ്യും. പക്ഷെ ഞങ്ങൾ 5 മക്കളും അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളും പോകുമായിരുന്നു. അതായത് നമ്മൾ അവിടെ ഇരുന്നിട്ട് അവരെയും കൊണ്ട് പണിയിപ്പിക്കുകയല്ലായിരുന്നു. അവരുടെ കൂടെ ഞങ്ങൾ ഇറങ്ങും, 5 പേരും ഇറങ്ങും. കൊയ്യാനാണെങ്കിലും പുല്ല് പറിക്കാനാണെങ്കിലും ചവറ് വെട്ടാനാണെങ്കിലും തെങ്ങിൻ്റെ തടം എടുക്കാനാണെങ്കിലും കണ്ണി കൂട്ടാനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾ 5 പേരും ഇറങ്ങുമായിരുന്നു. അങ്ങനെയാണ് അപ്പച്ചനും അമ്മച്ചി പഠിപ്പിച്ചേക്കണത്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു നല്ല പ്രായമുള്ളൊരു അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഇതൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ 5 മക്കളും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉള്ള ഒരു കാലം, അന്ന് സമ്പത്ത് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അതൊരു സ്വർഗമായിരുന്നു. കാരണം ഈ കൃഷിയായിരുന്നു അന്ന് കൂടുതൽ, നെല്ലായിരുന്നു ഞങ്ങൾക്ക്. അതായിരുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗവും, നെല്ല് തന്നെയായിരുന്നു കേട്ടോ. ഓരോ ഈ ഓണമൊക്കെ ആകുമ്പോൾ നമ്മൾ നെല്ല് ഇങ്ങനെ കൊയ്യാൻ വെമ്പി നിൽക്കും. എന്നിട്ട് അതിൻ്റെ ആ കൊയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പുത്തൻ ചോറുണ്ടല്ലോ, അത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് 5 പേർക്കും മക്കൾക്കും അപ്പച്ചനും അമ്മച്ചിക്കും കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. പിന്നെ അപ്പച്ചനും അമ്മച്ചി ഇങ്ങനെ ഈ കൃഷികളും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 5 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതുകൂടി പറയാമെന്ന് വെച്ചാൽ, ഞങ്ങൾ 5 മക്കളാണേ. എൻ്റെ മൂത്ത ബ്രദർ ന്യൂസിലാൻഡിലാണ് സെറ്റിലായിരിക്കുന്നത്, പോൾസൺ എന്നാണ് പേര്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ നാടിൻ്റെയും കൂടിയാണ് വലിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കണതേ. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ 5 പേരുണ്ടെങ്കിൽ സംസാരിക്കും കേട്ടോ. വലിയേട്ടൻ്റെ സ്നേഹം അല്ലെങ്കിൽ വലിയേട്ടൻ്റെ കരുതൽ, വലിയേട്ടൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഒരുപാട് അറിവുള്ള, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിരിക്കുന്ന, ഒരുപാട് പേർക്ക് താങ്ങും തണലുമായിരിക്കുന്ന, ഒരുപാട് പേർക്ക് മാതൃകയായിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വലിയേട്ടൻ. അതാണ് ഞങ്ങളുടെ മൂത്ത ബ്രദർ. ചേട്ടൻ അവിടെ ന്യൂസിലാൻഡിൽ ഇപ്പോഴും ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചേട്ടൻ ചെയ്യാറുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. നാട്ടിൽ ചേട്ടനും ഇതുപോലെ തന്നെ സജീവമായിട്ട് കൃഷികളിലൊക്കെ ചേട്ടനും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും ഞങ്ങളും ചെയ്യുകയും ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ ആള് ആനി ചേച്ചി. നിങ്ങൾ പലരും കണ്ടു കാണും. ചേച്ചി യോഗ മാസ്റ്ററാണ്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി വീട്ടിൽ തന്നെ ഒരുപാട് കൃഷികളുണ്ട്. കൂണിൻ്റെ കൃഷിയുണ്ട്, പിന്നെ മീനുണ്ട്, പിന്നെ കുറ്റിമുല്ലയുടെ കൃഷി ചേച്ചി ചെയ്തിരുന്നു. പിന്നെ ആന്തൂറിയം, ഓർക്കിഡ്, ഇതൊക്കെ അതിനൊക്കെ ചേച്ചി ഭയങ്കര മിടുക്കിയാണ്. ചേച്ചി പണ്ടത്തെ ഒരു MA കാരിയാണേ. ആ സമയത്ത് ഒരു MA പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു അന്നൊക്കെ MAയും MSc ഒക്കെ പഠിക്കുന്നവർ. അപ്പം അതുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിലൊരു പുസ്തകപ്പുഴുവായിരുന്നു. ജോലിക്കൊക്കെ വിളിക്കുമ്പോൾ ചേച്ചി പറയും, അയ്യോ പഠിക്കാനുണ്ടെന്ന് പറയും. ചേച്ചി ചേച്ചിയുടെ കല്യാണം നടക്കുമ്പോൾ ചേച്ചി തൃശ്ശൂർ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളായി, അപ്പം അതുകൊണ്ട് പിന്നെ പഠിപ്പിക്കാൻ പോകാൻ പറ്റിയില്ല. UC കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചേച്ചി KSUവിൻ്റെ ഒക്കെ ഒരു സജീവ പ്രവർത്തകയായിരുന്നു. ചേച്ചി അന്ന് AK ആൻ്റണിയൊക്കെ ഉള്ള സ്റ്റേജിൽ കയറി പ്രസംഗമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കും. പിന്നെ കൗൺസിലിങ്ങിന് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ചേച്ചി അതിൻ്റെ കോഴ്സൊക്കെ പാസ്സായിട്ടുണ്ട്. അങ്ങനെ അതാണ് ചേച്ചി കേട്ടോ. പിന്നെ ഒരു മൂന്നാമത്തെ ആള് ഡേവി ചേട്ടൻ ആണ് ഇപ്പം ഞങ്ങളുടെ തറവാട്ടിൽ. എൻ്റെ അമ്മച്ചിയൊക്കെ ചേട്ടൻ്റെ കൂടെയായിരുന്നു. അമ്മച്ചി ഇപ്പോൾ പോയിട്ട് 1.5 വർഷമായി. ഇപ്പോൾ ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിട്ട് ഞാനൊക്കെ ജനിച്ച് വളർന്ന ആ വീട്ടിലാണ്. വീട് ഇപ്പോൾ പുതുക്കി പണിതു. ആ പറമ്പിലാണ് ചേട്ടൻ താമസിക്കുന്നത്, തറവാട്ടിൽ. അപ്പം ചേട്ടൻ്റെ ഞങ്ങളുടെ തറവാട്ടിൽ പണ്ട് തുടങ്ങിയുള്ള മാങ്ങയും ജാതിക്കയും ഒക്കെ ഉണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് കുറേ ജാതിക്കയൊക്കെ വെച്ചു. ചേട്ടനും
ഇൻട്രസ്റ്റ് ആണെങ്കിലും ഒരുപാട് അങ്ങ് കൃഷികളിലേക്ക് പോയി ചേട്ടൻ ചെയ്യാറില്ല. ചേട്ടൻ ഇതൊക്കെ എന്താ പറയണത്, കാണാനും ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ചേട്ടന്റെ ആരോഗ്യസ്ഥിതി അതിന് വഴങ്ങാറില്ല ചെയ്യാനായിട്ട്. പക്ഷെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയും കാര്യങ്ങളും ഒക്കെ. ഞങ്ങളും കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ 4ാമത്തെ ആള് വത്സേച്ചി, നിങ്ങൾ കണ്ടു കാണും, എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി ഒരു 30-32 വർഷമായിട്ട് ഷാർജ സുലേഖ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ചേച്ചിയുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ് റിട്ടയർമെന്റ് ലൈഫ് വരുമ്പോഴത്തേക്കും ചേച്ചിക്ക് നാട്ടിൽ എവിടെയെങ്കിലും സെറ്റിലായിട്ട് ഇങ്ങനെ കൃഷിയോടൊക്കെ കൂടുതൽ കൃഷിയൊക്കെ ചെയ്ത് പോകണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയത്. അപ്പം അതൊരു ഞങ്ങൾക്കൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നെ ഏത് സാഹചര്യത്തെ നമ്മൾ അതിജീവിച്ചല്ലേ പറ്റൂ. അപ്പം അതാണ് ഞങ്ങളുടെ വീട്ടിലൊരു കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് വലിയേട്ടൻ, വെല്ലേച്ചി, കൊച്ചേട്ടൻ, കൊച്ചേച്ചി. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? ഞാൻ അങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെ അവരൊക്കെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്നു ഉണ്ണീന്ന. എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ പേര് ഉണ്ണീന്നാണ്. അപ്പൊ ഇപ്പോഴും പലരും എന്നെ ഉണ്ണീന്ന് വിളിക്കുന്നവരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്റെ മൂത്ത ബ്രദർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് കണ്ണാടിന്ന്, അത്രയ്ക്ക് സ്നേഹമായിട്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിരുന്നു ഞാൻ. ഇപ്പോഴും ഞങ്ങൾ 5 പേർക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പം ആ ഒരു ഇത് കുത്തിയില്ലേ, അതുവരെ ഞങ്ങൾ ഗ്രൂപ്പിൽ പറയും. അപ്പൊ ചേട്ടന്റെയും ചേച്ചിമാരുടെയും ഒക്കെ എന്താ പറയുന്നത്, ഓരോ അഡ്വൈസ് തരും. അപ്പൊ അവരൊക്കെ പറഞ്ഞത്, ഉണ്ണി പറഞ്ഞല്ലോ അത് പോയി ചെയ്യണ്ടെന്ന്, എന്നിട്ട് നീ പോയി ചെയ്തല്ലോ. അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയത്. ഓക്കെ. അനുസരണം ബലിയേക്കാൾ ഉത്തമമെന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മച്ചി പറഞ്ഞ കുറേ വാചകങ്ങൾ ഞങ്ങൾ ഇന്ന് ഗ്രൂപ്പിലിടുമായിരുന്നു. ഫസ്റ്റ് അപ്പിയറൻസ് ഈസ് ദ ബെസ്റ്റ് അപ്പിയറൻസ്. കുറേ കാട് കയറിപ്പോയി അല്ലേ ചേച്ചി? ഇതാണ് ചേച്ചിയുടെ കുഴപ്പം. ഓക്കെ. അപ്പം നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇത് എന്താ അതിൻ്റെ പേര്, ഈ വാഴയുടെ തട അല്ലേ, വാഴത്തട അല്ലെങ്കിൽ വാഴയുടെ പിണ്ടി എന്തായാലും. അപ്പം ഇതും കൂടി നമുക്ക് അരിഞ്ഞിടാം. ഇത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതിനിപ്പോൾ ആര് ചെയ്യും, ഇത് ആര് ഇതിനകത്ത് ഇടുമെന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുവേ. ഓരോരുത്തർക്കും ഓരോന്നിനോടാണല്ലോ ഇഷ്ടം. നാട്ടിലായിരുന്നപ്പോൾ എൻ്റെ അമ്മച്ചിയും ഒക്കെ ഇതിൻ്റെ പിണ്ടി ഇങ്ങനെ ഈ കൈമ ഇങ്ങനെ ചുറ്റിയിട്ടല്ലേ വെക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിനകത്തൊരു സാധനം വരുന്നുണ്ട്, അതിങ്ങനെ ഇങ്ങനെ ചുറ്റും അല്ലേ, ഇങ്ങനെ ചുറ്റി ഇത് മാറ്റണമെന്ന് തോന്നുന്നു അല്ലെ. ഞാനിതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിപാടില്ല. പക്ഷെ ഇതിൻ്റെ അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അന്ന് ഗ്രേസ് ഉണ്ടാക്കി തന്നപ്പോൾ. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടും, ഇതിൻ്റെ തോരൻ. വാഴയ്ക്ക് വേദന എടുക്കാണ്ടാ ചെയ്യണേ കേട്ടോ. ചെറിയ പീസായില്ലെങ്കിൽ ഇത് അരിഞ്ഞു ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് എന്തൊക്കെയാ ചെയ്യണേന്നല്ലേ. ഇതൊക്കെ ഒരു രസമല്ലേ. ഇതിന് സമയവും വേണം, ഇൻട്രസ്റ്റും വേണം. ഓക്കെ. ഇനി ഈ ചുറ്റും ഉള്ളതൊക്കെ ഒന്ന് പറക്കിയെടുത്തേ. എൻ്റെ പൂക്കളൊക്കെ ഇവിടെ ഇന്ന് എന്നോട് വർത്താനം പറയണ്ടേ. ഓക്കെ. അപ്പം അത് എനിക്കൊരു ആശ്വാസമായി. അത് ഞാൻ വെട്ടിയിട്ടല്ലോ. ഓക്കെ. ഇനി എന്താ എൻ്റെ മീനിൻ്റെ മറന്നുപോയി. ഇനി നമുക്ക് ഒരു ബേസ് കോഡ് ഇടാം. ബേസ് കോഡ് കുറച്ചിട്ടിട്ട് കുറച്ച് വെജിറ്റബിൾ ഞാൻ വീട്ടിലെടുത്ത് വെച്ചിട്ട് അതും കൂടിയും കൊണ്ടുവന്നിടാം. ചില ബേസ് കോഡ് മുറിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ വീട്ടിൽ കുറച്ച് വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഞാൻ കുപ്പിവെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നേ. ചില സമയങ്ങളിൽ കുപ്പിവെള്ളം ഇടാൻ ഇഷ്ടം, പൊട്ടിപ്പോയി. ഞാൻ അതിൻ്റെ ചില്ല് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്, എന്തെങ്കിലും ടീന റാണിയൊക്കെ ആവുമെന്ന് കളിക്കാനായിട്ട്. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ബോറടിക്കുന്നുണ്ടോ? ഞാൻ പോയി വെജിറ്റബിൾ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. അല്ല, ഞാൻ പച്ചക്കറി ഇത് കിച്ചണിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ.
ശരിക്കും ഇത് ഇടുമ്പോഴേ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ എളുപ്പമുണ്ട്. എളുപ്പത്തിൽ ഇത് ദ്രവിച്ചു പോക്കോളും പഴത്തിൻ്റെ തൊലിയൊക്കെ. അത് അടുത്ത വർഷം ഇനിയിപ്പോൾ നമ്മളൊരു ഫെബ്രുവരി ആയിട്ട് ഇത് എടുത്താൽ മതിയാവും. ഇടയ്ക്ക് വന്നത് ഇളക്കിയിടണം. നമുക്ക് ഇനിയും വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഇതിങ്ങനെ അവിഞ്ഞ് പൊക്കോളൂല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ മാസം ഇതിപ്പോൾ ഓഗസ്റ്റ് അല്ലേ, സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ തണുപ്പ് തുടങ്ങും. നമുക്കൊന്നും നടാൻ പറ്റില്ല. ഈ മാസം കൂടി നട്ടിട്ടേ കാര്യമുള്ളൂ, പിന്നെ ഇനി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു കോർണറിൽ സേഫായിട്ട് എടുത്ത് വെച്ചേക്കാം. പൊട്ടറ്റോ ഇരുന്ന് ചീഞ്ഞു പോയി. അങ്ങനെ നടക്കട്ടെ അല്ലേ. ലെറ്റൂസ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായേ, അത് ഫ്രഷ്നെസ് പോയി അതിൻ്റെ. തണുത്ത് കിടക്കട്ടെ. പിന്നെ മുട്ടത്തൊണ്ടും ഇതൊക്കെയാണ്. മുട്ടത്തൊണ്ടും പൊടിച്ചിടണം, അല്ലെങ്കിൽ അത് ദ്രവിക്കാൻ പാടാ. ഓക്കെ, ഇനി കുറച്ച് നമ്മുടെ മണ്ണ് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടണം. ഞാൻ മണ്ണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരട്ടെ. മണ്ണില് കരിയിലൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വേണം. അതിനു മുമ്പ് നമുക്ക് ആ തൈര് കൂടി അങ്ങ് ചേർക്കാം. അതിനിപ്പോൾ ഒരു പ്രാവശ്യത്തേക്കുള്ളതുള്ളൂ. തൈരിന് വരെ ശർക്കര നീര് ഒഴിക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടില്ല, ഉറുമ്പ് വന്നാലോന്നൊരു പേടി. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും നിരപ്പാക്കിയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അല്പം വെള്ളം ഒഴിച്ചില്ലെങ്കിലേ കോമ്പിനേഷൻ ശരിയാവില്ല. ഇത്ര മതി. ഇനി ഇതിന് തന്നെ അടപ്പുണ്ട്, അതുകൊണ്ട് വേറെ അടപ്പ് നോക്കണ്ട. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരണ്ടേ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. കരിയിലൊക്കെ കുറച്ച് മുകളിൽ കിടപ്പുണ്ടെന്നുള്ളൂ. പിന്നെ ഫ്രഷ് മണ്ണ് കുറച്ച് കുറവാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ദേ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കരിയിലയും കാര്യങ്ങളൊക്കെ മുകളിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് മണ്ണ് കിട്ടിയതിന് ശേഷം അതും കൂടി ഇതിൻ്റെ മീതെ കൊണ്ടുവന്ന് ഇടണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിളിനത് കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല അവിഞ്ഞ് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. ഇഷ്ടമായോ? ഓക്കെ, ഇനി എന്താ നിങ്ങളെ കാണിക്കാനുള്ളത് നോക്കിയേ. ഇത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാനിത് ഈ ചീര ഉണ്ടല്ലോ, ഇത് കുപ്പിയിൽ നട്ടതാണ്. കുപ്പിയിൽ നട്ട ചീര ഇത്. ഇങ്ങനെ കുപ്പി ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ 2 സൈഡിൽ നട്ടു. കുറച്ചേ നട്ടുള്ളൂ, കുറച്ചുകൂടി നട്ടാൽ ഭംഗി ഉണ്ടായാലല്ലേ. പിന്നെ എന്താ അതെ ഇതാണ് നമ്മുടെ മുല്ല. ചെറിയ മുല്ലയാണിത്. അതിപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടേക്ക് ഇങ്ങനെ പടർത്തി കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടം വരെയായി. അപ്പോൾ ഇനി ഇത് മേക്കടെയാണ് കയറ്റി കൊടുത്താലേ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ചോട്ടിൽ ഞാൻ ഏതോ ഒരു മെലനാണിത്. ഇനിയിപ്പോൾ തണ്ണിമത്തങ്ങയാണെന്ന് അറിയില്ല, ഞാൻ എന്തോ കൊണ്ടതിനകത്ത് കുഴിച്ചിട്ടു. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മാറ്റി നടന്നില്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്താണെന്ന് മനസ്സിലായേക്കണവരൊന്ന് കമൻറ്റ് ചെയ്യുമോ? കമൻറ്റ് ചെയ്യണവർക്ക് ഇത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരു സ്നേഹം എത്തണതായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പറയണേ. ഇത് മനസ്സിലായോ? ഇതെന്താണെന്ന് കറക്റ്റ് പറയണം. പിന്നെ ഇത് പാവി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തായിരുന്നു? അതെ ഇതേ വഴുതനങ്ങ ചേച്ചിയുടെ നോക്കിയേ. ഇത്രയും ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഓണൊക്കെ ആകുമ്പോഴത്തേക്കും ശരിയാവുമായിരിക്കും അല്ലേ അത്. പിന്നെ വേറെ എന്തുവാ നിങ്ങളെ കാണിക്കാൻ പറ്റിയതുള്ളത്? മല്ലി നിങ്ങളെ കാണിച്ചു തരുന്നല്ലോ അല്ലേ. മല്ലി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അവിടേക്കാണ് പോകാൻ പറ്റാത്തത്, ആ കോർണറിലേക്ക് എനിക്ക് പെർമിഷനില്ല. മുളക് നോക്കിയേ, മുളക് നല്ല ഭംഗിയായിട്ട് കുറേ ഉണ്ടായി കിടപ്പുണ്ട് മുളക്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ചേച്ചി കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ കുറേ കണ്ടിരിക്കുന്നതാ. സൂര്യകാന്തിയൊക്കെ ഇത് വാടിപ്പോയി. പെറ്റൂണിയൊക്കെ നിൽക്കണം നോക്കിയേ. എന്നതാ കുപ്പിയിൽ നട്ട പെറ്റൂണിയാണത്. നല്ല കളർഫുള്ളായിട്ട് നിൽക്കണം അല്ലേ.
പിന്നെ ഇത് ബിസിലിസി, അതും കുപ്പിയിൽ നട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം പെറ്റൂണിയയുടെ വേറെ വിഭാഗങ്ങളാണ് ഇതെല്ലാനും. ഇതിനൊക്കെ ഞാൻ മറ്റേ കമ്പോസ്റ്റും സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തേട്ടോ. ഇതൊക്കെ ഈ ലിസി നിൽക്കണണ്ട. പിന്നെ ഇതൊരു 3 സെറ്റ് ഇതിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടതിന് മുൻപ്. ഇത് 3 സെറ്റ് ചട്ടിയാണേ. അതിനകത്ത് ഞാനിങ്ങനെ നട്ടിട്ട് കണ്ടോ, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പെറ്റൂണിയുണ്ട്, ബിസിലിസി ഉണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ കുപ്പിയിൽ ഈ തക്കാളി തൈ നട്ടിട്ടുണ്ട്. അതിനിപ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എന്നാലും ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ അതുപോലെ ചീര ഞാൻ ഇങ്ങനെ കുപ്പിയിൽ നട്ടു കുറച്ച്. ഒക്കെ ഒരു ജസ്റ്റ് ഒരു പരീക്ഷണങ്ങൾ ഉണ്ട്. ഇത് നന്നായിട്ട് ആർത്ത് വന്നിട്ടുണ്ട്. കുപ്പി നട്ടിക്കണത് തന്നെയാണ്. എന്താ കുപ്പിയിൽ മുകളിലേക്ക് സൂര്യനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഓണായിട്ട് പൂക്കളിടാനായിട്ട് കുറച്ച് ബന്ധിയുണ്ട്. അത് ഞാൻ ഇങ്ങനെ പൊട്ടിക്കാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓണത്തിന് പൂക്കളിടാനായിട്ട്. ഇതെല്ലാം ഞാൻ ഓണത്തിന് വേണ്ടി വെച്ചിരിക്കുക, റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊരു മഞ്ഞ കളറല്ലേ. ഇതെല്ലാം ഉണ്ടാവാൻ നിൽക്കുക. നമ്മുടെ ബ്ലെസ്സി തന്നതാണേ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവും, മിക്കവാറും ആ സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാവുമായിരിക്കും. ഇതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഇത് വളരെ റയറായിട്ട് കാണുന്നൊരു സൈസ് ചെടിയാണത്. വേറെ ഒന്നുമല്ല, പെരിഞ്ചീരകമാണത്. പെരിഞ്ചീരകം ഇങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പൊങ്ങി വന്നത് പൂവിടുമെന്ന് പറഞ്ഞു. പക്ഷേ പൂവൊന്നിടുന്നേക്കാളും നല്ലത് എനിക്കിങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. പെരിഞ്ചീരകം കാണാൻ എന്ത് രസം. അതിൻ്റെ ഇല നോക്കിയേ, നല്ല തളിര് ഇലകൾ. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വലിയ വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കാണുമെന്ന് വിചാരിക്കണു. ഈ കൃഷിയോടും ഗാർഡനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും കാണുന്നത്, കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടേ വെക്കണം, ഇവിടെ നനയ്ക്കണം, അങ്ങനെ കുറച്ച് പണികൾ കേട്ടോ. ഇന്ന് ഓഫാണ്. ടീനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. റാണിയും ടീനയും ഒക്കെ തിരക്കാണ്. പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തിരക്കിലാണ്. അപ്പം ഈ ദിവസങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.